കേൾക്കാമോ? പ്രൈസ് ലോർഡ്. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല രാത്രി സമയത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് അടച്ച് അന്യഭാഷ വരെ ലഭിച്ച എല്ലാവരും വാകളെ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. വ്യക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല, ദൈവത്തിന്റെ ആത്മാവിനാണ് പ്രസക്തി. പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഗ്ലോറി ലോർഡ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടയട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവുമായി ഒന്ന് കണക്റ്റ് ആയിക്കേ. ഹോളി സ്പിരിറ്റിനോട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ ഇടപെടൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിന് ഒന്ന് വിട്ടുകൊടുത്തേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഷെക്കേരബാനിയ നർദേരിയന്തലസുക്കി മാരബാനി ഹന്തരാറസീക്കിയ രബശമ നദാരബിഖേ ഹതേ നകീസി ഹിതാൽ പ്രബാനിയ. Father, in Jesus' name, we love you, Holy Spirit. We love you, Holy Spirit. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുക. ഞങ്ങളുടെ മഹത്വം ഈ രാത്രി ഈ മീറ്റിങ്ങിന്റെ അകത്ത് പെയ്തിറങ്ങേണ്ടതിന് ഹോളി സ്പിരിറ്റ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. എല്ലാ ശരീരങ്ങളുടെ അകത്തും ദൈവത്തിന്റെ സാന്നിധ്യം അസാധാരണമായി അവർ തിരിച്ചറിയത്തക്ക അളവിൽ എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നും എന്റെ ദൈവത്തിന് സകലതും സാധ്യമെന്നും എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് ഈ രാത്രി ഞങ്ങൾ തിരിച്ചറിയത്തക്ക അളവിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇടപെടൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാവേ, അങ്ങ് തരുന്ന വചനം ഇവിടെ വിതയ്ക്കപ്പെടുമ്പോൾ, ഗ്ലോറി ലോർഡ്, അങ്ങ് തരുന്ന വചനം കർത്താവേ അടിയൻ പറയുമ്പോൾ ഉടയവനെ യേശുവിന്റെ നാമത്തിൽ ആ വാക്കുകൾ ഒന്നും വെറുതെ മടങ്ങി വരികയില്ല എന്ന് അടിയൻ അറിയുന്നു. ഇന്ന് എൻ്റെ അപ്പച്ചൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ എൻ്റെ അപ്പൻ ചെയ്തെടുക്കണം. അതിന് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ആത്മാവിൽ ഈ രാത്രി ഞാൻ വെട്ടി വീഴ്ത്തുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. അടകമസി ഹർത്തനം ശതനകി മിഹന്ത റുസോനിയ ലാന്തേനകി മറേ റേ റേ റേബിഷക നസിയ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ഈ രാത്രി അസാധാരണമായ ദൈവശക്തി ഞങ്ങളുടെ ഭവനങ്ങളിൽ, കർത്താവ് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എതിരുകളെ ശാസിക്കുന്നു. കർത്താവ് സഹായിക്കും. കർത്താവ് അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. മഹത്വം മുഴുവൻ എൻ്റെ അപ്പച്ചനെടുക്കും. ഈ എളിവൾ അങ്ങയുടെ സന്നദ്ധിയിൽ കർത്താവെ മറയുന്നു. ഈ ജനം അങ്ങയെ കാണട്ടെ. ദൈവപ്രവൃത്തി അവർ കാണട്ടെ. കർത്താവെ ആത്മാവിന്റെ ശക്തി അങ്ങയുടെ ജനത്തിന്റെ മേൽ അനുഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടും. അത്ഭുതമാക്കും. മുഴുവൻ മഹത്വവും അങ്ങയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല രാത്രി സമയത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ രാത്രി ദൈവത്തിന്റെ വചനവും കർത്താവിന്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ, അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാളിതുവരെ നടത്തിയ കർത്താവിന് ഹല്ലേലൂയ മുഴുവൻ മാനവും മഹത്വവും പുകഴ്ചയും നന്മയും ഞാൻ അർപ്പിക്കുകയാണ്. സാക്ഷ്യം പറയാനാണെങ്കിൽ ഏറെ പറയാനുണ്ട്. അതുകൊണ്ട് രണ്ട് വാക്കിൽ ഞാൻ എൻ്റെ സാക്ഷ്യം ഒന്ന് കുറച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആത്മാവിൽ ശരണപ്പെടുന്നു. ഇന്നലെ ഞാൻ അങ്ങനെ പറയുവാനായിട്ടൊരു കാരണമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വൈകിട്ട്, എനിക്ക് തോന്നുന്നു ചേച്ചി എന്നെ വിളിക്കുമ്പോൾ വൈകിട്ട് സമയത്ത് ഞാൻ ഇവിടെ കിടക്കുന്ന സമയം ശാരീരികമായി വലിയ സൗഖ്യമില്ലാതെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു വചനം ഏൽപ്പിച്ചപ്പോൾ ഞാൻ അതിന്റെ അകത്ത് ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എനിക്ക് ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ലല്ലോ, ഇത് എവിടെ പ്രസംഗിക്കപ്പെടുവാനാ എന്ന് ചോദിച്ചിരിക്കുകയും ചേച്ചിയുടെ കോൾ വരികയും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഇന്ന് ദൈവത്തിന് എന്തോ ഇതിന്റെ അകത്ത് ചെയ്യാനുണ്ട്. പരിശുദ്ധാത്മാവ് മുഴുവൻ കർത്താവിന് ചെയ്യാനുള്ളത് കർത്താവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. മഹത്വം മുഴുവൻ കുഞ്ഞാടിനാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വ്യക്തിക്ക് ഒരു പ്രസക്തിയുമില്ല ആകട്ടെ. ഹല്ലേലൂയ. എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ദാസി ഇവിടെ പറഞ്ഞ പോലെ നെല്ലിമല APC ചർച്ചിൽ ചേച്ചിയുടെ ഹല്ലേലൂയ സിസ്റ്റർ, ഹസ്ബൻഡ്, ഞാൻ പാസ്റ്റർ ബ്ലസൻ പാസ്റ്റർ, ഞങ്ങള് ഹല്ലേലൂയ ആ സഭയിലാണ് കൂടി വരുവാനായിട്ട് ഇടയാക്കുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ സുന്ദരക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യവും അവസരവും എൻ്റെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് തന്നു. 5ാമത്തെ ക്ലാസ്സിലാണ്. ഹല്ലേലൂയ. 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സുരേഷ് ബാബു പാസ്റ്ററിന്റെ പ്രസംഗത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. തുടർന്ന് സ്നാനപ്പെടുവാനും അതിനെ തുടർന്ന് ഹല്ലേലൂയ ദൈവം തന്ന നിയോഗത്തോടെ പഠിക്കുവാനായിട്ട് ബാംഗ്ലൂരിൽ കടന്നു പോകുവാനായിട്ട് ഇടയായി. എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. വളരെ പ്രതിസന്ധികൾ കൂടെ കടന്നു വരുവാനായിട്ട് ഒക്കെ ഹല്ലേലൂയ സാഹചര്യങ്ങൾ ഉണ്ടായി. എങ്കിലും സർവശക്തനായ ദൈവം ഞങ്ങളെ താങ്ങി, ഞങ്ങളെ കരുതി, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് തന്നു. എല്ലാത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഏകദേശം 2 മാസത്തിനോടകം തന്നെ എനിക്ക്
വലിയ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിന്റെ അകത്ത് കടന്നു വരുവാനായിട്ടിടയായി. കടന്നു വന്ന് അങ്ങനെ ഹല്ലേലൂയ മരിച്ചാൽ മതി എന്നുള്ള ആശയോടെ ഡിപ്രഷനോടെ ഒരു 15 വർഷം എൻ്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ന് മരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. എന്നതുപോലെ മരിക്കുവാൻ വേണ്ടി മാത്രം നടന്നവളാണ്. ഹല്ലേലൂയ. അതിൻ്റെതായ അറ്റംപ്റ്റുകളൊക്കെ പലതും ഞാൻ ചെയ്തു. എന്നാൽ സർവശക്തനായ ദൈവം അതിലേക്കൊന്നും എന്നെ വിടാതെ എൻ്റെ കർത്താവിനെ താങ്ങി, എന്നെ കർത്താവിനെ നടത്തി. ഒന്നും പുകഴാൻ എനിക്കില്ല, ഒന്നും പ്രശംസിക്കാൻ എനിക്കില്ല. നാളിതുവരെ നടത്തിയ ദൈവം കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ് ഇവിടം വരെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. ഗ്ലോറി ലോർഡ്. തുടർന്ന് ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഞാൻ സാക്ഷ്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടാകാം. ആകട്ടെ, എന്നിരുന്നാലും ഞാൻ ഒരു ദിവസം ആത്മഹത്യക്ക് വേണ്ടി എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ കടന്നു വരുവാനായിട്ടിടയായി. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയം ഞാൻ റൂമിലായിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി അവിടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വിൻസി, എന്തുകൊണ്ടാണ് നിന്റെ റൂമിലേക്ക് വരുവാൻ ഇടയായതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്റെ അടുക്കൽ ഒരു പാട്ട് പാടുവാനായിട്ട് എന്നോട് ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് വാട്ട് എവർ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന പാട്ട്, അതായത് എന്ത് നല്ല സഖി യേശു പാപദുഃഖം വഹിക്കും, ആ പാട്ട് എൻ്റെ അടുക്കൽ ഒന്ന് പാടുവാനും അന്ന് ഞാൻ തീരുമാനിച്ചിരുന്ന ആത്മഹത്യ ഹല്ലേലൂയ ഞാൻ മാറ്റിവെച്ചു. അന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുവാനായിട്ടിടയായി. ശരിയാ, ഞാൻ എല്ലാവരോടും സങ്കടം പറയുവാനും അപ്പൊ തന്നെ ഹല്ലേലൂയ ആരെങ്കിലും എന്നെ സഹായിക്കും, എൻ്റെ ബന്ധക്കാരുടെ അടുക്കലൊക്കെ ഞാനത് പറഞ്ഞു. പക്ഷേ പ്രതിസന്ധികൾ പറഞ്ഞു. എന്നാൽ അവരൊക്കെ അതിൻ്റെ അകത്ത് വലിയ ആഘോഷമായോ സന്തോഷമായോ ഒക്കെ കണ്ടെത്തി. അതൊക്കെ ഹല്ലേലൂയ എനിക്ക് വലിയ ഭാരമായിരുന്നു അക്കാലങ്ങളിൽ. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു അതൊക്കെ ദൈവം എന്നെ ചിലതൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിരുന്നാലും അന്ന് ഞാൻ ആത്മഹത്യയുടെ പ്ലാൻ ചെയ്തത് അന്ന് മാറ്റിവെച്ചു. എങ്കിലും അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് ബേഥേലിജി ചർച്ചിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായി. അവിടെ വെച്ച് കർത്താവിന്റെ ദാസൻ ആത്മനിറവിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഇങ്ങനെ വിളിച്ചു പറയുവാനായിട്ടിടയായി, ലാസറേ പുറത്തു വരിക. ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ വചനം കേട്ടതാണ്. എങ്കിലും അന്ന് ആ വചനം എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ തള്ളി കയറുവാനായിട്ടിടയായി. ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. അതുവരെ ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല, ദൈവത്തിന് സ്തോത്രം എനിക്ക് പിതാവില്ല, എന്നെ അറിയാനായിട്ട് എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്തിന് ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കുന്നു എന്നൊക്കെയുള്ള ഒറ്റ ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ആത്മാവിനെ തൊടുന്നത്. ദൈവത്തിന് സ്തോത്രം. നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്താൽ ദൈവമക്കളെ നിങ്ങളെക്കാളൊക്കെ ഒത്തിരി പറയുവാൻ എൻ്റെ ജീവിതത്തിന്റെ അകത്തുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇത്രത്തോളം കർത്താവ് നടത്തിയ കർത്താവിന് സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ നിന്ന് ഹല്ലേലൂയ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ ആയിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ അല്പകാലം ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാൻ സർവശക്തനോട് ഭാഗ്യം തന്നു. തുടർന്ന് മറ്റൊരു കോളേജിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ കോളേജിൽ പ്രാർത്ഥന തുടങ്ങുവാനൊക്കെ കർത്താവ് ഇടയാക്കി. തുടർന്ന് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് എനിക്ക് ഒരു ജോബ് ഓഫർ കയറി വരുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അങ്ങനെ ഹല്ലേലൂയ മുഴങ്കാലിലിരുന്ന് എൻ്റെ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കർത്താവ് ഇടയാക്കി. എങ്ങനെ തുടങ്ങണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അതാത് സമയങ്ങളിൽ ദൈവം ഓരോരുത്തരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം പലരെയും ഉപയോഗിച്ചു, പലരും എന്നെ സപ്പോർട്ട് ചെയ്തു, പല ദൈവദാസന്മാർ. അതിനപ്പുറം ഞാൻ ഹല്ലേലൂയ ഇന്നലെ കൂടെ ഞാൻ ഓർക്കുവാനായിട്ടിടയായി. ഒരുപാട് ആത്മീയ പിതാക്കന്മാരെ, ആത്മീയ മാതാക്കളെ ദൈവം എനിക്ക് ഒരുക്കി. എനിക്ക് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ട ഹല്ലേലൂയ പിതാവിന്റെ സ്നേഹം. എൻ്റെ മമ്മി ഗൾഫിലായിരുന്നു. ഞങ്ങള് പഠിച്ചതെല്ലാം ബോർഡിങ്ങിലാണ്. മാതാവിന്റെ പിതാവിന്റെ ഒന്നും സ്നേഹം അങ്ങനെ അനുഭവിച്ചൊന്നും അറിഞ്ഞല്ല ഞങ്ങൾ വളർന്നത്. എന്നാൽ ആത്മീയ കോണത്തിന്റെ അകത്ത് അനേക ബന്ധങ്ങളെ സ്വർഗത്തിലെ തമ്പുരാൻ കൃപയാൽ തന്നു. ഹല്ലേലൂയ, കർത്താവ് അവരെയൊക്കെ ഉപയോഗിച്ചു, കർത്താവ് വളർത്തി. ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ വചനവുമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പാലം ഉയർന്നു നിൽക്കുമ്പോൾ പാലം നിൽക്കുന്നത് കാണുമ്പോൾ നല്ലതാണെന്നൊക്കെ തോന്നും. പക്ഷെ അതിനെ താങ്ങി നിർത്തുന്ന ചില തൂണുകളുണ്ട്. ഹല്ലേലൂയ, അങ്ങനെ എന്നെ നിർത്തിയിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥന സപ്പോർട്ടുകൾ, പ്രത്യേകം ഞങ്ങളുടെ കർത്താവിന്റെ ദാസി ഒരേറെ എനിക്ക് ഹല്ലേലൂയ ആത്മീയ ഉത്തേജനവും സപ്പോർട്ടുമാണ് എന്ന് ഞാൻ കർത്താവിൽ ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇനി ഒട്ടും സമയം മുമ്പോട്ട് കളയാതെ വേഗത്തിൽ എന്നെ ഏൽപ്പിച്ച ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ കയറി വരുവാനായിട്ട് താല്പര്യപ്പെടുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയെ സങ്കീർത്തനം 144 അധ്യായം 5 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ. 144 സങ്കീർത്തനം 5 വാക്യം. യഹോവയെ, ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. ഗ്ലോറി ലോർഡ്. ഈ സങ്കീർത്തന ഭാഗമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ
ഇവിടെ ആയിരിക്കുമ്പോൾ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നത്, ഞാൻ പറഞ്ഞല്ലോ ശാരീരികമായി സുഖമില്ലാതെ ഇരുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെങ്കിൽ ഞാൻ മീറ്റിംഗ് എടുക്കാതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് ഞാൻ എവിടെ പ്രസംഗിക്കുവാനുള്ള വചനമാണ് എന്ന് ചോദിക്കുന്ന ഒരു 5 മിനിറ്റിനകത്താണ് കർത്താവിന്റെ ദാസിയെ വിളിക്കുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അതിരുവായി തലയുള്ള ഏത് വാളിനെ പോലെ ഹല്ലേലൂയ മൂർച്ചയുള്ള വാളാണ്. സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു കയറുന്ന വാൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നീ പിടിച്ചിരിക്കുന്ന പുസ്തകം ബാലരമയല്ല, കളികുടുക്കയല്ല. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ ഏതോ ഹല്ലേലൂയ എന്നത്തെയോ ഒരു ചരിത്രം എഴുതി അങ്ങനെ അത് തീർക്കുന്നതല്ല, മറിച്ച് ഇതിന്റെ അകത്ത് ജീവനുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ഇതൊരു അടയാളം പോലെ വെളിപ്പെടും. എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. വചനം ആണോ വചനം, വചനത്തിന്റെ ക്രിയ ചെയ്യും. ഗ്ലോറി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം നമ്മുടെ മേൽ തന്നിട്ടുണ്ട് എങ്കിൽ ഹല്ലേലൂയ പുതിയ നിയമസഭ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ വചനം ചിലതിനെ സ്വതന്ത്രമാക്കുന്ന, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ചിലത് സൃഷ്ടിച്ചെടുക്കുന്ന, ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ വചനം പൊളിക്കേണ്ടതിനെ പൊളിക്കുന്നതാ, പണിയേണ്ടതിനെ പണിയുന്നതാ. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരുവചനത്തെ ചേർത്ത് പിടിക്കുവാൻ നമ്മളിൽ എത്ര പേർ മനസ്സ് കാട്ടുന്നു, എങ്ങനെ നമ്മൾ ആ വചനത്തെ പിടിച്ചെടുക്കുന്നോ വിശ്വസിക്കുന്നോ അതുപോലെ ആയിരിക്കും ദൈവശക്തി വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനം ഞാൻ എപ്പോഴും മനസ്സിലാക്കുവാനും ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ബയോളജിയും ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു തിയറിയൊക്കെ പഠിച്ച് അങ്ങ് പോവുകയല്ല. ഹല്ലേലൂയ അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. തിയറിയും പ്രാക്ടിക്കലും കൂടെ ചേരുമ്പോഴാണ് ഫിസിക്സ് ഫിസിക്സ് ആകുന്നത്, കെമിസ്ട്രി കെമിസ്ട്രി ആകുന്നത്, ബയോളജി ബയോളജി ആകുന്നത്. ഗ്ലോറി ലോർഡ്. എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം ഒരു തിയറി മാത്രമല്ല. ഗ്ലോറി ലോർഡ്. ഇത് വചനം നമ്മളെ മനസ്സിലാക്കുകയും അപ്പൊ തന്നെ അതിന്റെ അകത്തൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. വചനം എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ ഇതിന്റെ അകത്തൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട് എന്ന് ആത്മാവിൽ ഈ ഹല്ലേലൂയ രാത്രി വളരെ നിയോഗത്തോടെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവമക്കളെ ഓർമ്മപ്പെടുത്തി ഉണർത്തുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് രോഗിക്ക് സൗഖ്യം ആണ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് രോഗിയെ സൗഖ്യമാക്കും എന്ന് തന്നെ അതിന്റെ അർത്ഥം. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂതത്തെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ ഭൂതത്തെ പുറത്താക്കും എന്ന് തന്നെ അർത്ഥം. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശബ്ദമായിരുന്നത് കാണത്തക്ക അളവിൽ ജഡമായി മാറിയെങ്കിൽ ഈ ഹല്ലേലൂയ രാത്രി നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടും. വചനത്തിന്റെ ക്രിയ ചെയ്യും. വേഗം മുമ്പോട്ട് കടന്നു പോകുവാൻ ആത്മാവിൽ ശരണപ്പെടുക. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, യഹോവയെ ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദ. ഈ സങ്കീർത്തനം എഴുതുവാനുള്ള പശ്ചാത്തലവും വേദപഠിതാക്കൾ പറയുന്നത് 2 ശമൂവേലിന്റെ പുസ്തകത്തിന്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ 5-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ സങ്കീർത്തന ഭാഗം എഴുതിയിരിക്കുന്നതായി വേദപഠിതാക്കൾ പറയുന്നു. ആകട്ടെ, ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹല്ലേലൂയ ആദ്യത്തെ വാക്യത്തിൽ എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അപ്പോ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് യുദ്ധമുണ്ട്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പോരുണ്ട്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. പോരില്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല, യുദ്ധമില്ലാത്ത ക്രിസ്തീയ ജീവിതവുമില്ല. നമ്മൾ ആയിരിക്കുന്നത്, ദൈവദാസന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ ആയിരിക്കുന്നത് ഒരിക്കലും കളിക്കളത്തിലല്ല, നമ്മൾ ആയിരിക്കുന്നത് പോർക്കളത്തിലാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പോർക്കളമുണ്ട്, ഒരു യുദ്ധക്കളമുണ്ട്. ഗ്ലോറി ലോർഡ്. എന്നാൽ അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വചനം പറയുക അത് നിന്നെ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? നിനക്ക് യുദ്ധമുണ്ട്, പക്ഷേ ശത്രു അല്ല ജയിക്കുന്നത്, നീയാ ജയിക്കുന്നത്. ഈ രാത്രി ഗ്ലോറി ലോർഡ്, ഈ പുതുവർഷത്തിൽ ഇത് എത്രാമത്തെ സെഷൻ മീറ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ രാത്രി നീ കുറിക്കണം, നീ ആയിരിക്കുന്ന യുദ്ധക്കളം ഏതാണോ, നീ ആയിരിക്കുന്ന പോർക്കളം ഏതാണോ, നീ തോക്കാൻ വേണ്ടി തമ്പുരാൻ കൊണ്ട് ആ യുദ്ധക്കളത്തിൽ ഇട്ടിരിക്കുന്നതല്ല, നീ തോക്കാൻ വേണ്ടി ആ പോർക്കളത്തിൽ നിന്നെ വിട്ടേക്കുന്നതുമല്ല, മറിച്ച് നീ യുദ്ധം ജയിച്ചു കിട്ടും. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നിന്നെ ജയിപ്പിക്കുകയും ചെയ്യും. നോക്കിക്കേ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ദാവീദ് പറയുകയാണ്, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഞാൻ ഈ രാത്രി നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് 15 വർഷത്തോളം ഞാൻ ഡിപ്രഷനിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്, ലോകത്തിന്റെ മോഹങ്ങളിൽ കൂടെ നടന്നുപോയ വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യുവാൻ ഇഷ്ടമുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചാൽ യുവജനങ്ങളെയോട് സംസാരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം.
കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവർ കടന്നു പോകുന്ന സാഹചര്യം ഏറെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കടന്നു പോയത് കൊണ്ട്, ഹല്ലേലൂയ, അവരുടെ പ്രതിസന്ധികൾ എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നത് കൊണ്ട്, അപ്പൊ തന്നെ ഡിപ്രഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ട്, അങ്ങനെയുള്ള ആളുകളുമായി, ആത്മഹത്യ പ്രവണതയുള്ള ആളുകളുമായി ഡീൽ ചെയ്യുവാൻ എനിക്ക് കുറെ കൂടെ സന്തോഷം. അതിന്റെ കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഞാൻ അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു. അവിടെ തോക്കുവാനല്ല, മറിച്ച് ജയം ചെയ്തെടുക്കാൻ, ജയിച്ച് ഹല്ലേലൂയ ജയം തരുവാൻ കർത്താവ് അവിടുന്ന് ഹല്ലേലൂയ ജയം തന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവം എന്നെ ജയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ചിലതിനെ കൂടെ ജയിപ്പിച്ചെടുക്കാൻ ഈ രാത്രി മനസ്സിലാകുന്നു. നിങ്ങൾ ആയിരിക്കുന്ന പോർക്കളം ഏതാണോ, നിങ്ങൾ ആയിരിക്കുന്ന യുദ്ധക്കളം ഏതാണോ, ഈ രാത്രി വിശ്വസിച്ച് പറ, ഞാൻ ആ യുദ്ധക്കളത്തിൽ തോക്കത്തില്ല, ഞാൻ ഈ പോർക്കളത്തിൽ തോറ്റു പോകുകയല്ല, മറിച്ച് ആത്മാവെന്നെ ഇതിന്റെ അകത്ത് ജയിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഞാൻ ചിലതിനെ ജയിപ്പിക്കുവാൻ കൂടെ ദൈവം എനിക്ക് പുതുബലം തരികയാണ്. അപ്പൊ യുദ്ധത്തിനായിട്ട് ദൈവം എന്റെ കൈകളെ, പോരിനായി എന്റെ വിരലുകളെ എന്റെ ദൈവം അഭ്യസിപ്പിക്കുക. നോക്കിയ ദൈവമക്കളെ, ഈ ഹല്ലേലൂയ ദാവീദ്, ദൈവത്തിന് സ്തോത്രം, ബാലനായിരിക്കുന്ന ദാവീദ്, ഈ ദാവീദ് ചെയ്തെടുത്ത യുദ്ധം ചെറുതല്ല അല്ലേ? ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും വരികയില്ല, എനിക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് വേഗം മുമ്പോട്ട് പോയി മതിയാകത്തുള്ളൂ. ഈ ഹല്ലേലൂയ ചെറുപ്പക്കാരനായിരിക്കുന്ന ഈ ദാവീദ് ചെയ്തെടുത്ത യുദ്ധം നോക്കിയാൽ, സത്യം പറഞ്ഞാൽ ശൗല് പോലും പിന്നോക്കം മാറി നിൽക്കുകയാ. ഹല്ലേലൂയ. പേടിച്ചു നിൽക്കുന്ന ഇടത്താണ് ആര് മുമ്പോട്ട് കയറി വരുന്നത്? അഭിഷേകം വഹിക്കുന്ന ദാവീദ് മുമ്പോട്ട് കയറി വരുന്നത്. തന്റെ എല്ലാ യുദ്ധത്തിലും യുദ്ധ സ്ട്രാറ്റജികളും കൊടുത്തത് തൻ്റെതായ കഴിവിലല്ല, ആത്മാവിലാണ് താൻ എല്ലാ യുദ്ധവും ചെയ്തെടുത്തത്. നോക്കിക്കേ, ഇങ്ങനെ നിൽക്കുമ്പോൾ ദുരാത്മാവ് ബാധിക്കപ്പെട്ട ശൗൽ തീരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ ദാവീദിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ ജനമൊക്കെ കടന്നു വന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്, നീ ഞങ്ങളുടെ നടുവിൽ രാജാവായിരിക്കണം, ഞങ്ങളുടെ എല്ലാ ജനത്തിന്റെയും നടുവിൽ ഹല്ലേലൂയ അങ്ങ് രാജാവായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അപ്പോ തന്റെ തുടക്കം പ്രതിസന്ധിയുള്ളതായിരുന്നുവെങ്കിലും ഹല്ലേലൂയ, നോക്കിക്കുക ദൈവമക്കളെ, സിംഹാസനത്തിൽ ഇരിക്കാൻ നേരമില്ലാതെ ഇരുന്ന ദാവീദ്, ഗ്ലോറിയിലോ, അതല്ലേ സത്യം? ഓട്ടം, ഹല്ലേലൂയ, ഇരിക്കുവാൻ നേരമില്ലാഞ്ഞ ദാവീദ്, പക്ഷേ വചനത്തിന്റെ അകത്ത് പറയുക, ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ഗ്ലോറിയിലോ, ഹല്ലേലൂയ. ശത്രുക്കളെ ദൈവം തന്റെ കാൽ കീഴെയാക്കി കൊടുത്തു. ഈ രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ജനത്തെ ഈ ദാവീദിന്റെ കീഴിൽ ഹല്ലേലൂയ ആക്കി കൊടുത്ത ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവമാണ് എന്നെ യുദ്ധം അഭ്യസിപ്പിച്ചത്, ദൈവമാണ് എനിക്ക് ജയം തന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന വാക്യോ ഹല്ലേലൂയ അധ്യായമാണ് ഈ 144-ാമത്തെ അധ്യായം. എവിടെ ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. യഹോവേ, ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ. ആത്മാവിനോട് പറഞ്ഞ വാക്ക് പർവ്വതങ്ങൾ എന്ന വാക്കിനെ തൊടയണം എന്ന് ആത്മാവിനോട് പറയുവാനായിട്ടിടയായി. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണം. ദൈവത്തിന് സ്തോത്രം. ഈ പുതുവർഷത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. നിന്റെ മുൻപിൽ ഉള്ള പർവ്വതം ഏതാണെങ്കിലും, പർവ്വതം എത്ര വലുതാണെങ്കിലും ദൈവത്തിന് സ്തോത്രം, അതിനെ നിന്റെ മുൻപിൽ പുകയ്ക്കുവാൻ എന്റെ ദൈവം പ്രാപ്തന. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആത്മതലത്തിൽ നിന്റെ മുമ്പിൽ ഉള്ള പർവ്വതം ഏതെന്ന് ഈ നിമിഷം നീ കാണുക. നിന്റെ പ്രതിസന്ധി എന്താണെന്ന് ഹല്ലേലൂയ ഞാനും നീയും ഈ ഹല്ലേലൂയ രാത്രി കാണുക. ഞാൻ ഈ വചനം നിങ്ങളോട് കൈമാറുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, വചനം അങ്ങനെ എന്തോ കേട്ടിട്ടുള്ളതാണ്, കേട്ടതാണ് എന്നോർത്തിരിക്കുകയല്ല. ഈ രാത്രി വചനം പിടിക്കുന്നവന്റെ മേൽ നിശ്ചയം വിടുതൽ നടക്കും എന്ന നല്ല ഉറപ്പോടെ, ബോധ്യത്തോടെ തന്നെയാണ് ഈ തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. നോക്കിക്കുക ദൈവമക്കളെ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം. നിന്റെ മുൻപിലുള്ള വിഷയം എന്താണോ അതിനെ പുകയ്ക്കുവാൻ ആർക്ക് കഴിയുമെന്ന വചനം പറയുന്നേ? തമ്പുരാന് കഴിയും. നിനക്ക് വേണ്ടി ആകാശം ചായ്ച്ചിറങ്ങാൻ എന്റെ ദൈവം പ്രാപ്തനാണെന്നർത്ഥം. ഈ രാത്രി മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ചോദിക്കാം, ഈ പർവ്വതം എന്തെങ്കിലും പുകഞ്ഞിട്ടുണ്ടോ ദാവീദേ? എന്നെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മൾ നോക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് കയറി വരുമ്പോ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്.
എന്താണെന്നറിയാമോ? മോശയോട് ദൈവം പറയുക, സീനായിയുടെ കൊടുമുടിയിലേക്ക്, പർവ്വതത്തിലേക്ക് കയറി വരണം. 3 ദിവസം ജനത്തെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ച് വസ്ത്രങ്ങളെയൊക്കെ അലക്കി കയറി വരണം എന്ന് പറഞ്ഞ് അങ്ങനെ മോശയായിരിക്കുന്ന സമയം നമുക്ക് കാണുവാൻ കഴിയുന്നു. 19-ാമത്തെ അധ്യായം 16 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിൽ ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശയെ അതിനുശേഷം വിളിച്ച് കയറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പർവ്വതത്തിന്റെ അകത്ത് ഹല്ലേലൂയ തമ്പുരാൻ ഇറങ്ങുകയാ. പർവ്വതത്തിന്റെ അകത്ത് ഇറങ്ങുകയാ. ഗ്ലോറി ലോർഡ്. നോക്കിക്കോണേ, എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ വചനത്തെ കയറി പിടിച്ചോണം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പർവ്വതത്തിന്റെ അടിവാരത്തിലാണ് മുഴുവൻ ജനവും നിൽക്കുന്നത്. മുഴുവൻ ജനത്തിന്റെയും നോട്ടത്തിൽ ഈ പർവ്വതം ഒത്തിരി വലുതാ. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ഈ പർവ്വതത്തിന്റെ മുകളിൽ ആരിറങ്ങുക? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം ഇറങ്ങുക. എപ്പോഴാ ഇറങ്ങിയേ? 3 ദിവസം ദൈവസന്നിധിയിൽ വേർതിരിഞ്ഞ് ശുദ്ധീകരിച്ച് വസ്ത്രങ്ങളെ അലക്കി ഇരിക്കുന്ന ജനത്തിന്റെ മുൻപിൽ പർവ്വതത്തിൽ ഏറ്റവും വലുതായി കണ്ടിരിക്കുന്ന ആ കൊടുമുടിയിൽ എന്റെ ദൈവം ഇറങ്ങുകയാ. ഈ രാത്രി ആത്മനിറവോടെ ഞാൻ ദൈവജനത്തോട് ആത്മാവിൽ പറയാം, നിന്റെ മുൻപിൽ ഉള്ള കൊടുമുടി ഏതാണോ, ഹല്ലേലൂയ, ശുദ്ധീകരണത്തോടെ പ്രാർത്ഥനയോടെ നീ അടുത്തു വരുന്നു എങ്കിൽ ആ പർവ്വതത്തിന്റെ മുകൾ എന്തുമാത്രമെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ആ പ്രശ്നം എത്ര ആഴമുള്ളതാണെന്നും ഉയരമുള്ളതാണെന്നും നിനക്കറിയത്തില്ലെങ്കിലും അതിൻ്റെ മേൽ ഇറങ്ങാൻ കഴിവുള്ള ഒരു സർവശക്തൻ ഉണ്ട് എന്നാണ് ആത്മാവ് ഈ രാത്രി നിങ്ങളോട് ദൂതായി കൈമാറുന്നത്. ഗ്ലോറി ലോർഡ്. ഈ വചനം ഞാൻ പല പ്രാവശ്യം പലയിടങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് എങ്കിലും അന്നൊന്നും പറഞ്ഞ വെളിപ്പാടിലല്ല ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ഗ്ലോറി ലോർഡ്. നിന്റെ കണ്ണെത്താത്ത ദൂരത്തായിരിക്കാം ഒരുപക്ഷെ ആ കൊടുമുടി നിൽക്കുന്നത്. നിന്റെ കണ്ണെത്താ ദൂരത്തായിരിക്കും ആ പർവ്വതത്തിന്റെ ശിഖരം നിൽക്കുന്നത്. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ഇത് എങ്ങനെ നിന്റെ മുൻപിൽ നിന്ന് മാറും എന്ന് പോലും നിനക്കറിയത്തുണ്ടായിരിക്കത്തില്ല. ഗ്ലോറി ലോർഡ്. എന്നാൽ ആത്മാവ് പറയുകയാ, നീ ശുദ്ധീകരണത്തോടെ വസ്ത്രത്തെ അലക്കി ആ അടിവാരത്തിൽ വന്നു നിൽക്ക് എന്ന് പറഞ്ഞാൽ വചനം പറയുകയല്ലേ. ഹല്ലേലൂയ. എനിക്ക് സഹായം വരുന്ന പർവ്വതം. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നീ ഒന്ന് നോക്കണം. ഹല്ലേലൂയ. പർവ്വതത്തിന്റെ മുകളിലേക്ക് ആരിറങ്ങി നിൽക്കുകയാ? പർവ്വതം വലുതാ. പർവ്വതം പ്രശനമാ. പർവ്വതം കൊടുമുടിയേറി നിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ ശിഖരം വലുതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ മീതെ നിൽക്കുന്ന വലിയവനായ ദൈവത്തെ ഈ പകൽ ആത്മാവിൽ നീ കണ്ടു തുടങ്ങുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാ. ഹല്ലേലൂയ. അവിടെ വചനത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഓ ഗ്ലോറി ലോർഡ്. എന്നാ പറയുന്നേ? ഹല്ലേലൂയ. എവിടെ വരികയാ കർത്താവ്? ആ പർവ്വതത്തിൽ ഇറങ്ങുകയാ. ഗ്ലോറി ലോർഡ്. നിന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങുകയാ. ഈ രാത്രി നിന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങുന്ന കർത്താവിനെ എതിരേൽക്കാൻ ഇതിന്റെ അകത്ത് എത്ര പേരുണ്ട്? ഗ്ലോറി ലോർഡ്. എന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ, നിന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ അന്നുള്ള ഒരുക്കമല്ല. സാധാരണ വീട്ടിൽ ഉള്ള സാധാരണ രീതിയല്ല ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ എതിരേറ്റുകൊണ്ട് നോക്കി നിൽക്കുകയെ ഏത് നേരം എപ്പോ വരും. ഹല്ലേലൂയ. നമ്മളാൽ ആവുന്ന ബെസ്റ്റ് വേയിൽ ഹല്ലേലൂയ അവരെ നമ്മൾ അകത്തേക്ക് ക്ഷണിക്കുവാൻ നിൽക്കുന്നത് പോലെ ഈ രാത്രി ആത്മാവ് പറയുക, നിന്റെ പർവ്വതത്തിൽ ഇറങ്ങുവാൻ എന്റെ ദൈവം തയ്യാറെടുത്ത് കഴിഞ്ഞു. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. അതിനെ പുകയ്ക്കുവാൻ ആത്മാവ് പറയുകയായി. ഈ പർവ്വതം അവിടെ കുലുങ്ങുവാനിടയായി. ജനം നടുങ്ങി. അങ്ങനെയാണെങ്കിൽ ഗ്ലോറി ലോർഡ് ആ ദൂതിനെ കയറി പിടിക്കണം. ആത്മാവിനോട് പറയാൻ പറയുന്നു,
പർവ്വതം പുകയുക മാത്രമല്ല കേട്ടോ, പർവ്വതത്തിന്റെ അകത്ത് തമ്പുരാൻ ഇറങ്ങുമ്പോൾ ഗ്ലോറി ലോർഡ് അത് കുലുങ്ങും. അത് ഹല്ലേലൂയ, അതിന്റെ അടിസ്ഥാനം കുലുങ്ങാനിടയാകും. അത് വേര് പിടിച്ച് നിൽക്കുന്നതാകും. ഗ്ലോറി ലോർഡ് നാളുകൾ ഒരുപാടായതായിരിക്കും. പക്ഷെ ഈ രാത്രി ആത്മാവ് ഗ്ലോറി ലോർഡ് യേശുവിന്റെ നാമത്തിൽ പ്രവചന ദൂതായി വിളിച്ചു പറയുകയാ, നിന്റെ മുൻപിലുള്ള പർവ്വതത്തെ കുലുക്കാൻ എന്റെ ദൈവം പ്രാർത്ഥന. എത്ര പേർക്കും മനസ്സിലാകുന്നു ദൈവമക്കളെ? യേശുവിന്റെ നാമത്തില് ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം, ദൈവത്തിന് സ്തോത്രം. കുലുങ്ങി തുടങ്ങിയാൽ അത് പറഞ്ഞു മാറുവാൻ സാധ്യതയുണ്ടല്ലേ? അല്ലേ ലൂയ്യ. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നൊരു കാര്യമുണ്ട്, പർവ്വതങ്ങൾ നീങ്ങും. അല്ലേ ലൂയ്യ. പർവ്വതം അല്ലേ ലൂയ്യ നീങ്ങും എന്ന് പറഞ്ഞാൽ അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നീ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ പർവ്വതം ചാടി, മല ചാടി കടലിൽ പോകും എന്ന് പറഞ്ഞാൽ ചാടാൻ പറ്റും. എപ്പോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് ഹല്ലേലൂയ സകലതും സാധ്യമാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്റെ ദൈവത്താലും സകലതും സാധ്യം, വിശ്വസിക്കുന്നവരാലും സാധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ആത്മാവ് പ്രവചിക്കാൻ പറയുകയാ, ചിലത് റൂട്ട് പിടിച്ച് കിടക്കുന്നതിനെ ഊരിയെടുക്കാൻ എന്റെ ദൈവം ഈ രാത്രി പ്രാർത്ഥന കേട്ടോ. ഉറമന ജനക്കമാരകൽക്കരാതി ഘടകസിയ. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി, വചനം ചില ഇടങ്ങളിൽ ഹല്ലേലൂയ ക്രിയ ചെയ്യട്ടെ, ചില ഭവനത്തിന്റെ അകത്ത് ക്രിയ ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ നാമത്തില് വിടുതലുകൾ വ്യാപരിക്കുന്ന രാത്രിയായി രാത്രി മാറട്ടെ. ഗ്ലോറി ലോർഡ്. നോക്കിക്ക് ദൈവത്തിന് സ്തോത്രം. അപ്പൊ മോശയുടെ നോട്ടത്തിൽ ഗ്ലോറി ലോർഡ് ഹല്ലേലൂയ പർവ്വതം കുലുങ്ങുന്നു, ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങുന്നു. ചോദ്യം, അങ്ങനെ കുലുങ്ങി ഹല്ലേലൂയ തീ ഇറങ്ങി അങ്ങനെ അവിടെ നിൽക്കുകയാണോ? അല്ല കേട്ടോ, അല്ലല്ല. ദൈവത്തിന് സ്തോത്രം മോശയോട് പറഞ്ഞു, മോശേ, നിങ്ങൾ ഇതുവരെ കണ്ടു പേടിച്ചു നിന്ന ആ പർവ്വതത്തിന്റെ മുകളിൽ നീ കയറണം എന്ന് പറഞ്ഞാൽ ഗ്ലോറി ലോർഡ് ആ പർവ്വതം നിന്നെ കീഴ്പ്പെടുത്തുകയല്ല, നീ അതിനെ കീഴ്പ്പെടുത്തണം. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? നീ അതിനെ കീഴ്പ്പെടുത്തണം, നീ അതിന്റെ മീതെ കയറണം. ഓ ഗ്ലോറി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ രാത്രി ആത്മാവ് പ്രവചിക്കുക, നീ അതിന്റെ മീതെ കയറണം. ഗ്ലോറി ലോർഡ്. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ മീതെ ഈ രാത്രി നീ കയറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ തേജസ് കൊണ്ട് ആത്മാവിനെ മൂടുക മാത്രമല്ല, മറിച്ച് മോശ എവിടെ നിന്ന് വെറുതെ ഇറങ്ങി വരികയല്ല. 20-ാമത്തെ അധ്യായം എടുത്തു നോക്കിയാൽ ഗ്ലോറി ലോർഡ് കൽപ്പലകകൾ ദൈവത്തിന്റെ ആത്മാവ് തിട്ടപ്പെടുത്തി എഴുതിക്കൊടുത്ത ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കൽപ്പലകയുമായി ഹല്ലേലൂയ മോശ ഇറങ്ങി വരികയാ. അങ്ങനെയാണെങ്കിൽ എന്തിനാ നിന്നോട് ആ പർവ്വതത്തെ ചവിട്ടിക്കേറാൻ പറഞ്ഞേ? നീ വീഴുമെന്ന് വിചാരിച്ച, നീ പേടിച്ചു നിൽക്കുന്ന പ്രതിസന്ധിയുടെ മേൽ എന്റെ ദൈവത്തിന് അതോറിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, നിന്നെ കൂടെ പറയുക പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നീ ചവിട്ടും. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പൊ എന്റെ മേലുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട് അല്ല, കർത്താവിന്റെ മേൽ, എന്റെ എന്ന് പറഞ്ഞത് കർത്താവിന്റെ മേൽ ഉള്ള അധികാരത്തിൽ നിന്നുകൊണ്ട് ജനത്തോട് പറയുക, നിങ്ങൾ പുറപ്പെടണം. എങ്ങനെ പുറപ്പെടണം? എന്റെ മേൽ ലഭിച്ചിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാ. ഹല്ലേലൂയ. നിങ്ങൾ പുറപ്പെടണം. അപ്പോ ഈ പർവ്വതത്തിന്റെ മീതെ നിങ്ങൾ ചവിട്ടി കയറണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇനിയും അതിന്റെ മീതെ കയറിയാൽ വെറുതെ മടങ്ങി വരികയില്ല, മറിച്ച് അതിന്റെ അകത്ത് നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടാകും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ചില സാക്ഷ്യങ്ങൾ നിന്റെ കയ്യിൽ തരുവാൻ എന്റെ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാ. എന്റെ ദൈവം ചില സാക്ഷ്യങ്ങൾ നിന്റെ കയ്യിൽ തരാൻ എന്റെ ദൈവം പദ്ധതി ഇട്ടിരിക്കുക. ഏത് ലൂസിഫർ ഇറങ്ങി നിന്റെ പദ്ധതി, ഹല്ലേലൂയ ദൈവിക പദ്ധതിയിൽ നിന്ന് നിന്നെ ഇളക്കുമെന്ന് ശത്രു പറഞ്ഞാലും ഈ രാത്രി ആത്മാവ് പറയാനോ, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഉലകത്തിലൊരു പിശാചിനും നിന്നെ ഇളക്കാൻ പറ്റുകയില്ല. ഈ രാത്രി നീ വിശ്വസിക്കാൻ മാത്രം ചെയ്യ്. യേശുവിന്റെ നാമത്തില് ചില കിടക്കകൾ മാറട്ടെ. ഇൻ ജീസസ് നെയിം. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം ഗ്ലോറി ലോർഡ് ഈ രാത്രി എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു താക്കോലിട്ട് കതക് തുറക്കുന്നത് പോലെ ആത്മാവിൽ
ആത്മാവിൽ ഈ വചനത്തെ ഏറ്റെടുക്കുന്ന ജനം ഈ രാത്രി ചിലത് പൂട്ടു തുറക്കുന്നത് പോലെ തുറക്കണം. നിന്നെ പുറത്താക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിനക്കിതിന്റെ അകത്ത് ജയമില്ലെന്ന് ശത്രുവാകുന്നവൻ വാദിക്കുന്ന വാദമണ്ഡലത്തിന്റെ മേൽ ഈ രാത്രി തുറന്നു കയറാൻ ആത്മാവ് ഈ രാത്രി ചിലതിനോട് ബുദ്ധി ഉപദേശിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഹല്ലേലൂയ. ചിലത് നിന്റെ കാൽ കീഴാകാൻ പോകുകയാ, ചിലത് നിന്റെ കാൽ കീഴയാകാൻ പോകുകയാ. നോക്കിക്കേ ദൈവമക്കളെ, ലോറിലോട് എനിക്ക് വേഗത്തിൽ മുമ്പോട്ട് ഓടിയേ മതിയാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി 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 വചനങ്ങൾ പറയാൻ ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, മുമ്പിലേക്ക് കടന്നു വന്നാൽ ഏലിയാവിന്റെ ജീവചരിത്രം നമുക്കറിയാമല്ലേ. ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആളുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ ഏലിയാവ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിൽ കൂടെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തുടർന്ന് ഏലിയാവ് എവിടെ കയറി നിൽക്കുകയാ? കർമ്മേലിന്റെ കൊടുമുടിയിൽ കയറി നിൽക്കുകയാ. ഗ്ലോറി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നു? തന്നോട് കൂടെ യുദ്ധം ചെയ്യാൻ എത്ര പേരുണ്ട്? തന്റെ കൂടെ നിൽക്കാൻ ഹല്ലേലൂയ എത്ര പേരുണ്ട്? ആരുമില്ല. പക്ഷേ തന്നെ നോക്കി നിൽക്കാൻ കുറെ പേരവിടെ ഉണ്ട്. താൻ എന്താ ചെയ്യാൻ പോകുന്നത്, താൻ പ്രസംഗിച്ചത്, താൻ പ്രവചിച്ചത് ഒക്കെ എന്തിയായെന്നറിയാൻ, അന്വേഷിക്കാൻ, നോക്കാൻ, ഇവൻ എന്നാ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതിനപ്പുറമായ എന്തറിയാൻ ഇവനുള്ളതെന്നറിയാൻ ഗ്ലോറി ലോർഡ് ചുറ്റുവട്ടം നോക്കി നിൽക്കുമ്പോ ഗ്ലോറി ലോർഡ് ഏലിയാവിന് വേണ്ടി നിൽക്കാൻ ഉലകത്തിൽ വേറെ ആരുമില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഏലിയാവ് അവിടെ കയറുമ്പോ ഏലിയാവിന് വേണ്ടി ഊട്ടായവൻ അവിടെ ഇറങ്ങി നിൽക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഗ്ലോറി ലോർഡ്. ബാലിന്റെ അശേര പ്രതിഷ്ഠകൾ, ദൈവത്തിന് സ്തോത്രം, പ്രവാചകന്മാർ 850 നിരന്നു നിന്നുകൊണ്ട് ഗ്ലോറി ലോർഡ് തീയിറക്കാൻ ആവർത്തിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും തീയിറങ്ങാതെ നിൽക്കുക. എന്തേ കാര്യം? ഗ്ലോറി ലോർഡ്. അതിന്റെ കാരണം ദൈവത്തിന്റെ അഭിഷക്തൻ ഹല്ലേലൂയ ദൈവിക നിയോഗത്തോടെ പറഞ്ഞ ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ഗ്ലോറി ലോർഡ് എന്റെ ദൈവം ആരെന്ന് നിങ്ങളൊന്ന് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കർമ്മേലിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഏലിയാവേ, ഹല്ലേലൂയ, നിന്റെ യാതരത്തിൽ കൂടെ വന്നത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ഓ ഏലിയാവേ, നിന്റെ യാതരത്തിൽ കൂടെ കഴിഞ്ഞ നാളുകളിൽ പുറപ്പെട്ടത് ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവചനമാണെങ്കിൽ, നിന്നെ ആദരിക്കാൻ എന്റെ ദൈവത്തിനറിയാം. അതിന് ഈ ലോകത്തിന്റെ ബലം നിനക്ക് ആവശ്യമില്ല കേട്ടോ. ഈ ലോകത്തിന്റെ സപ്പോർട്ട് നിനക്ക് ആവശ്യമില്ല. ഈ ലോകത്തിന്റെ ഒന്നും നിനക്ക് ആവശ്യമില്ല. ഇതിന്റെ അകത്ത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ലോകത്തിന്റെ ഒരു സപ്പോർട്ട് നിനക്ക് ആവശ്യമില്ല. Glory Lord. ഹല്ലേലൂയ. നിന്നെ മാനിക്കണമെന്ന് എന്റെ ദൈവം പദ്ധതിയിട്ടാൽ ഗ്ലോറി ലോർഡ് എന്റെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. എന്റെ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ രാത്രി പരിധികൾ പൊട്ടട്ടെ. മനസ്സിനെ ഇടുക്കിക്കൊണ്ട് നിൽക്കുന്ന ദുഷ്ടയാധിപത്യങ്ങൾ, മനസ്സിനെ ഹല്ലേലൂയ ചെറുതാക്കിപ്പിക്കുന്ന, എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് എന്നെ ആത്മാവ് അങ്ങനെ കാണിക്കുന്നു, മനസ്സിനെ ഷ്രിങ്ക് ചെയ്യിപ്പിക്കുന്ന, യെസ്, മനസ്സിനെ ഷ്രിങ്ക് ചെയ്യിപ്പിക്കുന്ന, മനസ്സിനെ ചുരുക്കുന്ന ചില ആധിപത്യങ്ങളെ ഈ രാത്രി ആത്മാവിൽ വെട്ടിക്കളയുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അന്ധത പിടിപ്പിക്കുന്ന, ഇരുട്ട് പിടിപ്പിക്കുന്ന, അവിശ്വാസം കൊണ്ടിടുന്ന കൂട്ട വെല്ലുവിളികൾ ഈ രാത്രി ജനങ്ങൾക്ക് വിട്ട് അഴിയട്ടെ ഇൻ ജീസസ് നെയിം. Glory Lord. നോക്കിക്ക ദൈവമക്കളെ, പർവ്വതത്തിന്റെ മുകളിൽ എന്റെ തമ്പുരാൻ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. 850 പേര് ഒരുമിച്ചത് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വാലിന്റെ അടുക്ക പ്രാർത്ഥിച്ചിട്ട് നടക്കാഞ്ഞത് ഒറ്റ പ്രാർത്ഥന. മണിക്കൂറുകൾ പോയില്ല കേട്ടോ. ഒറ്റ പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന. ഓ എന്റെ ദൈവമേ, നീ ഞാൻ അങ്ങയുടെ ദാസനെന്ന്, ഗ്ലോറി ലോർഡ് എന്റെ അധരത്തിലുള്ളത് അങ്ങയുടെ വചനമെന്ന് ഈ ജനമൊന്ന് അറിയേണ്ടതിന് ഗ്ലോറി ലോർഡ് മനസ്സിലാക്കുന്നു. എന്താ പറയുന്നേ? ഏലിയാവിനെ തെളിയിക്കാന് ഏലിയാവ് ശ്രമിച്ചതാണോ? അല്ല, മറിച്ച് എന്റെ ദൈവം പറഞ്ഞതാ, ഞാൻ ഈ ജനത്തോട് പറഞ്ഞതെന്ന്, ഈ ജനം അങ്ങാണ് ദൈവമെന്ന് അറിയേണ്ടതിന്. ഗ്ലോറി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. തീയിറങ്ങുകയാ.
എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആ കർമ്മേലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹല്ലേലൂയ ഏലിയാവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? തീ ഇറങ്ങിയ പർവ്വതത്തിൽ ഗ്ലോറി ലോർഡ് താനിരുന്ന് പ്രാർത്ഥിക്കുകയാ. 3.5 വർഷം ഹല്ലേലൂയ ഗ്ലോറി ലോർഡ് മഴയില്ലാതെ നിന്ന ഇടത്ത് താൻ പ്രാർത്ഥിക്കുമ്പോ ദൈവമക്കളെ മഞ്ഞിനെ മഴയും അയക്കാൻ എന്റെ ദൈവം പ്രാപ്തനാണെങ്കിൽ ഈ രാത്രി ആത്മാവ് പറയുകയാ, കൊടുമുടി കണ്ട് നീ പേടിക്കണ്ട, പർവ്വതം കണ്ട് നീ പേടിക്കണ്ട, മറിച്ച് ഈ രാത്രിക്കാലം ആത്മാവിധി കയറ്, ആത്മാവിധി പ്രഖ്യാപിക്ക്. നോക്കിക്കേ, അപ്പനാണോ കയറാൻ പറഞ്ഞേ? ധൈര്യമായി നീ മുമ്പോട്ട് കയറ്. ഗ്ലോറി ലോർഡ്, അത് നിന്റെ കാൽ കീഴയാകും എന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയം നിന്റെ കാൽ കീഴിലാകും. വചനത്തിന്റെ ഏകത്ത് പറയുകയല്ലേ, ഹല്ലേലൂയ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയാകും. ഈ രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഓ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തില് സമഭൂമിയാകുമെന്ന് ആത്മാവ് ഈ രാത്രി നിന്നെ നോക്കി പ്രവചിക്കുകയാ. ഗ്ലോറി ലോർഡ്, ഈ രാത്രി എനിക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് പറയുന്ന വചനം ഞാൻ അതുപോലെ നിങ്ങളോട് കൈമാറുകയാ, അതുപോലെ വാരി വിതറുകയാ. യേശുവിന്റെ നാമത്തില് നിങ്ങളുടെ നോട്ടത്തിൽ സ്ട്രക്ചർ കാണുകയല്ല, പക്ഷെ പ്രവചന ദൂതായി ആത്മാവ് തന്നിരിക്കുന്ന നിയോഗത്തെ ഈ രാത്രി കൈമാറുമ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ അയക്കുവാൻ എന്റെ കർത്താവ് പ്രാർത്ഥന. ചിലത് പ്ലക്ക് ചെയ്ത് എന്റെ കർത്താവ് എടുത്തു കളയാൻ എന്റെ കർത്താവ് പ്രാർത്ഥനാണെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, യോബിന്റെ പുസ്തകത്തിലേക്ക് കയറി വരുമ്പോ അവിടെ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, അവൻ പർവ്വതങ്ങളെ അവയറിയാതെ നീക്കിക്കളയുന്നു. അപ്പോ ഹല്ലേലൂയ, പർവ്വതത്തിന്റെ ആയ നീളവും പർവ്വതത്തിന്റെ ആയ വീതിയും വിസ്താരവും ഒക്കെയുണ്ട്. എന്നാൽ വചനം പറയുക, എന്റെ ദൈവത്തിന്റെ പവറാ കാണിക്കുന്നത് കേട്ടോ. അതിനെ അറിയാതെ, പർവ്വതം പോലും അറിയാതെ ദൈവം അതിനെ നീക്കിക്കളയുന്നു. ഗ്ലോറി ലോർഡ്. ഞാൻ ഹല്ലേലൂയ ഈ രാത്രി ആത്മനിറവോടെ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ പിടിച്ചെടുക്കുക. ദൈവത്തിന് സ്തോത്രം. കുലുക്കുന്നു, നീക്കിക്കളയുന്നു, പുകയുന്നു. മനസ്സിലാകുന്നു? നിന്റെ പർവ്വതത്തെ പുകച്ചു കളയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ കരിച്ച് കത്തിച്ച് കളയാൻ പ്രാപ്തനായ ദൈവം. ഗ്ലോറി ലോർഡ്. നിന്റെ ഹല്ലേലൂയ പർവ്വതത്തെ നിന്റെ മുൻപിൽ നിന്ന് കുലുക്കുന്ന ദൈവം, നിന്റെ പർവ്വതത്തെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്ന ദൈവം, നിന്റെ പർവ്വതത്തെ നിന്റെ മുൻപിൽ സമഭൂമിയാക്കുന്ന ദൈവം. ഗ്ലോറി ലോർഡ്. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. വചനത്തിന്റെ അകത്തേക്ക് എത്ര ഭാഗം എടുത്തു നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയും. വിശദീകരിക്കുവാൻ എന്റെ മുൻപിൽ സമയം പോരാ. നോക്കിക്കോ, വചനത്തിന്റെ അകത്തേക്ക് കയറി വരുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ. എന്നാ ദൈവം എങ്ങനെ ഹല്ലേലൂയ അങ്ങ് പറയുന്നല്ലോ, അതിനെ എടുത്തു നീക്കുമെന്ന്, മാറ്റുമെന്ന് അങ്ങ് പറയുന്നു. ഹല്ലേലൂയ, എങ്ങനെ പറ്റും? വചനത്തിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. എനിക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് എന്നോട് ഒരു വാക്ക് ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് പറയുക. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ആ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ അകത്തേക്ക് കയറി വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന 3-ാമത്തെ വാക്യത്തിലേക്ക് 2-3, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മേൽ ഹല്ലേലൂയ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനോട് ഈ ഒരു ഭാഗം പറയാനായിട്ട് ഇടയായി. നോക്കിക്കേ, ഈ നോഹയുടെ കാലഘട്ടത്തിൽ പർവ്വതങ്ങളെ മൂടത്തക്ക അളവിൽ എന്തുണ്ട്? വെള്ളമുണ്ടല്ലേ? ഹല്ലേലൂയ, വെള്ളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വെള്ളത്തിന്റെ അകത്തുകൂടെയാണ് ഈ പെട്ടകം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഇത് എവിടെ ചെന്ന് ഉറച്ചു? ആരാരാത്തു പർവ്വതത്തിൽ ഉറച്ചു. ഗ്ലോറി ലോർഡ്. ആരാരാത്തു പർവ്വതത്തിൽ ഹല്ലേലൂയ കൃപ ലഭിച്ച ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നോഹയുടെ പെട്ടകം അവിടെ ഉറച്ചു. ഗ്ലോറി ലോർഡ്. ഇനിയും വചനത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ വെള്ളത്തിന്റെ മീതെ
ആരുണ്ടായിരുന്നു? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ ഉണ്ടാക്കിയ ദൈവം, വെള്ളത്തെ നിർമ്മിച്ചത് ദൈവം, ഗ്ലോറി ലോർഡ്, അതിന്റെ മേൽ ഹല്ലേലൂയ വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുന്നത് ദൈവം. ഹല്ലേലൂയ, നോക്കിക്കേ, ഇനിയും എങ്ങനെ എവിടെയായിരിക്കണം പെട്ടകമെന്ന് തീരുമാനിക്കുന്നത് ദൈവം, ആരൊക്കെ രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് ദൈവം. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് സകലത്തിന്റെ മേലും അധികാരമുണ്ട് എങ്കിൽ ഈ രാത്രി ആത്മാവ് പറയുകയാ, നിന്റെ വിഷയത്തിന്റെ മേലും എന്റെ ദൈവത്തിന് എന്തുണ്ട്? അധികാരമുണ്ട്. ഗ്ലോറി ലോർഡ്. വചനത്തിന്റെ യകത്തേക്ക് കയറി വരുമ്പോ യെശയ്യാവിന്റെ പ്രവചനം 40-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാ. അങ്ങനെയാണെങ്കിൽ ആത്മാവ് പറയുകയാ, ഈ രാത്രി ഒന്ന് ചോദിച്ചേ, നിന്റെ പർവ്വതം വലിയ വിഷയമാണോ? ഗ്ലോറി ലോർഡ്. ആ പർവ്വതത്തെ തൂക്കി നോക്കുന്നവനാണ് കർത്താവ്, ആ പർവ്വതത്തെ നീക്കുന്നവനാണ് കർത്താവ്, ആ പർവ്വതത്തെ പുകയ്ക്കുന്നവനാണ് കർത്താവ്, ആ പർവ്വതത്തെ കുലുക്കുന്നവനാണ് കർത്താവ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയാണെങ്കിൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാ, നിന്റെ മുൻപിലുള്ള പ്രതിസന്ധി ഇനിയും അവിടെ കാണുകയില്ല. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ നീ കാണുന്ന പർവ്വതം ഇനിയും അവിടെ കാണത്തില്ല. ആത്മാവ് ഈ രാത്രി ആ പർവ്വതത്തിന്റെ മേൽ എന്റെ ഉടയവൻ ഹല്ലേലൂയ സ്ഥാനമേക്കുകയാ. എന്റെ ഉടയവൻ ആ വിഷയത്തിന്റെ മേൽ കരം ചലിപ്പിക്കാൻ പോകുകയാ യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രി ആത്മാവിനോട് പറയുന്നു, ഗ്ലോറി ലോർഡ്, സെപ്റ്റംബർ എന്നൊരു മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെല്ലുവിളികളെ ആത്മാവ് അഴിച്ച് ഈ വരുന്ന സെപ്റ്റംബറിന്റെ അകത്ത് ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ അയക്കാൻ എന്റെ ദൈവം പ്രാപ്തനാണെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. എന്തോ എനിക്കറിയില്ല, ഈ വരുന്ന സെപ്റ്റംബറിന്റെ അകത്ത് ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ചലിക്കും യേശുവിന്റെ നാമത്തിൽ. ആത്മാവിനോട് ഇങ്ങനെ പറയുന്നല്ലോ, ശിംശോനെ ഹല്ലേലൂയ വരഞ്ഞ് കെട്ടിയ ചില ഞാണുകൾ ഹല്ലേലൂയ അത് എന്ത് ചെയ്തു? ചണനൂല് പോലെ അത് കരിഞ്ഞതുപോലെ ചിലതിനെ കെട്ടിയത്, ചിലതിനെ കെട്ടിയത്, ചിലതിന്റെ ശക്തിയെ ഒതുക്കിക്കളഞ്ഞത്. യെസ്, ആത്മാവിനോട് അങ്ങനെ പറയുന്നു. ചിലതിന്റെ ശക്തിയെ പൂട്ടാൻ, ചിലതിന്റെ ശക്തിയെ പിടിച്ചു കളയാൻ, ചിലതിന്റെ ശക്തിയെ ഉലയ്ക്കാൻ. ശക്തി നഷ്ടപ്പെട്ടു, ബലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലതിന്റെ കെട്ടിനെ അഴിക്കാൻ ഈ രാത്രി എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഗ്ലോറി ലോർഡ് ഇറങ്ങുകയാ യേശുവിന്റെ നാമത്തില്. ഈ രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ കൃപ ഈ രാത്രി നിന്റെ മേൽ ചലിക്കുകയാ. ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ഗ്ലോറി ലോർഡ്. യേശുവിന്റെ നാമത്തിന്റെ വിഷയത്തിന്റെ മേൽ ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുകയാണെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഗ്ലോറി ലോർഡ്. അതിനി നിന്റെ വിഷയമല്ല, മറിച്ച് അതെന്റെ ദൈവം കയ്യേൽക്കുന്ന വിഷയമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോളി സ്പിരിറ്റ്, ആത്മാവെന്നോടൊരു വാക്ക് എന്നെ ഓർമ്മപ്പെടുത്തുകയാ. ദൈവം തേമാനിൽ നിന്നും, പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. എന്താ ഇത്? ഹല്ലേലൂയ. ഈ വാക്ക് കാണുന്നത് ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തില. ഹബക്കൂക്കിന് ഒത്തിരി ചോദ്യം ദൈവസന്നിധിയിലുണ്ട്. കർത്താവേ, ദുഷ്ടന്മാർക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നത്? ഞങ്ങളുടെ മുൻപിൽ ബാബിലോൺ ഹല്ലേലൂയ സാമ്രാജ്യം എന്തേ ഞങ്ങളുടെ നേരെ ഇങ്ങനെ കയറുന്നു? ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള അനേക ചോദ്യങ്ങളും സങ്കടങ്ങളുമായി ഹബക്കൂക്കിന്റെ ഹല്ലേലൂയ പ്രവചനം നമുക്ക് കാണുവാൻ കഴിയും. ചോദ്യോത്തരങ്ങളായി നിൽക്കുന്നത് കാണാൻ കഴിയും. 1-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കയറി വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ഹല്ലേലൂയ. ചെന്ന് ഈ ഹബക്കൂക്ക് കാത്തിരിക്കുക. എന്താ ദൈവത്തിന് എന്നോട് പറയാൻ
പറയാനുള്ളത്, ഒത്തിരി പ്രതിസന്ധികളുടെ കാര്യങ്ങൾ ഹല്ലേലൂയ മുൻപിലുണ്ട്. ജനം വിടുവിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. സങ്കടങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഹബക്കൂക്ക് നിൽക്കുമ്പോ വചനത്തിന്റെ അകത്ത് എഴുതിയിരിക്കുകയാ. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാ. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുക. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുകയാ. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം എന്ന് പറഞ്ഞാൽ ഈ പ്രാരംഭ മാസം ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേൽ കൈമാറപ്പെട്ട വചനത്തെ ഈ രാത്രി അതുപോലെ ചേർത്ത് പിടിക്കുക, ഏറ്റെടുക്കുക. ഗ്ലോറി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം ചിലതിന്റെ മേൽ വെളിപ്പെടുവാൻ സമയമായി എന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നോക്കിക്കേ, ഹല്ലേലൂയ 3-ാമത്തെ അധ്യായത്തിലേക്ക് കയറി വരുമ്പോ ദൈവത്തിന്റെ മറുപടികൾ കേട്ട ഹബക്കൂക്ക് 2-ാമത്തെ വാക്യത്തിൽ പറയുകയാ, ഞാൻ നിന്റെ കേൾവി കേട്ടു ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുന്നമേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. എന്നാ പറഞ്ഞേ? ആണ്ടുകൾ കഴിയും മുമ്പേ ഈ ഹല്ലേലൂയ പ്രാരംഭ മാസം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതേ ആണ്ടുകൾ കഴിയും മുന്നമേ ദൈവത്തിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുക. ഇതുവരെ നീ കേട്ടതേ ഉള്ളൂല്ലേ? ഹല്ലേലൂയ ഇയ്യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ അങ്ങയെ കുറിച്ച് ഒരു കേൾവി മാത്രം കേട്ടു, ഇപ്പോ ഞാൻ എന്റെ കണ്ണാലെ കാണുക. ആത്മാവ് ഈ രാത്രി ഹല്ലേലൂയ പ്രവചിക്കാൻ പറയുന്നു, നീ ചിലത് കേൾക്കുകയും നീ ചിലത് കാണുകയും ചെയ്യത്തക്ക അളവിൽ ഇതുവരെ നീ കേട്ടു കർത്താവ് അങ്ങനെ ചെയ്യും, കർത്താവ് വിടുതൽ അയക്കും. ഇതുവരെ നീ കേട്ടു കർത്താവ് നിനക്ക് വേണ്ടി കരുതും. എന്നാൽ ഹല്ലേലൂയ അക്ഷരീകമായി നിന്റെ കണ്ണുകൊണ്ട് ചിലത് കാണത്തക്ക അളവിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ സഹായിക്കുന്ന വർഷമാണ് ഈ 2026 എന്ന ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഗ്ലോറി ലോർഡ്. എന്നെ കർത്താവ് വീണ്ടും വീണ്ടും ഒരു വെളിപ്പാട് കാണിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ ഞാനത് മാറ്റിവിട്ടു, എന്നാൽ വീണ്ടും വീണ്ടും എന്നെ ആത്മാവ് കാണിക്കുക. ഈ പല്ല് ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെയൊക്കെ പല്ല് ഇളക്കി 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 ആ റൂട്ടിൽ നിന്ന് പിഴുതെടുക്കുന്നത് പോലെ ആത്മാവിനോട് പറയുന്നു, ചിലതിനെ ഹല്ലേലൂയ തമ്പുരാൻ ഒന്ന് കുലുക്കി അതിന്റെ റൂട്ടിൽ നിന്ന് അതിന്റെ വേരിൽ നിന്ന് അതിനെ തമ്പുരാൻ പറിച്ചെടുക്കാൻ പോകുക. എനിക്കറിയത്തില്ല, ആ ദൂതിനെ കയറി പിടിച്ചോ, അതിന്റെ വിടുതലുകൾ ഇതിന്റെ അകത്ത് ചിലത് കാണും, വേരോടെ അതിനെ പൊക്കിയെടുത്ത് കളയും എന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ശോഭയോടെ, ദൈവത്തിന് സ്തോത്രം തേജസ്സോടെ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദിവസങ്ങളാ. ഒറ്റ നിമിഷം കണ്ണുകളെ നടച്ചാലും ഹല്ലേലൂയ എന്റെ മുൻപിൽ സമയം ഇവിടെ അസ്തമിക്കുകയാ. ഗ്ലോറി ലോർഡ്. ഒന്ന് പ്രാർത്ഥിച്ചേ. ഗ്ലോറി ലോർഡ്. നിങ്ങളുടെ പർവ്വതം എന്താണെങ്കിലും ഈ രാത്രി ഉടയവന്റെ കരത്തിലേക്കൊന്ന് ഉയർത്തിക്കേ. മോശയോട് പറഞ്ഞു, പർവ്വതത്തിന്റെ മുകളിലേക്ക് നീ കയറി വാ. ഈ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ അധിവസിക്കുന്നുണ്ട്. ഹല്ലേലൂയ സാന്നിധ്യം അവിടെ ഇറങ്ങുകയാ. ഈ പർവ്വതം നിന്നെ മുക്കിക്കളയത്തില്ല. ഈ പർവ്വതം സ്വർഗ്ഗത്തിനെ തകർക്കുകയല്ല, മറിച്ച് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നീ ഒരു സാക്ഷ്യം പ്രാപിക്കാൻ പോകുക. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നീ ആയിരിക്കുന്ന പർവ്വതം ഹല്ലേലൂയ നിന്നെ തകർക്കാനുള്ളതല്ല. നീ ഹല്ലേലൂയ അതിന്റെ അറ്റം പോലും കാണാതെ എന്തായി തീരുമെന്നറിയാത്ത ഇടത്ത് നീ ഒരു സാക്ഷ്യം പ്രാപിക്കാൻ പോകുകയാ. ഗ്ലോറി ലോർഡ്. ആത്മാവിനോട് പറയാൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. ദൈവം തീരാൻ പോകുകയാ. ദൈവം ചിലതിനെ പുകയ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചില പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ പുകയും. ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഗ്ലോറി ലോർഡ്. മാനുഷിക കരങ്ങളല്ല പുകയ്ക്കുന്നത്, ദൈവത്തിന്റെ കരം ചിലതിനെ പുകച്ചു കളയും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു വലിയ ആത്മനിയോഗത്തോടെ ഈ രാത്രി പ്രാർത്ഥിക്കാൻ പോകുക. ഗ്ലോറി ലോർഡ്. കർത്താവേ, ഹല്ലേലൂയ ഞങ്ങൾ 11 പാർട്ടിസിപ്പൻസ് ആയി ഇതിന്റെ അകത്തായിരിക്കുന്നല്ലോ. ഇതിന്റെ അകത്ത് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്ന ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം വരും ദിവസങ്ങളിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാൻ നിൽക്കുന്ന ഹല്ലേലൂയ റെക്കോർഡിങ്ങൾ കേൾക്കാൻ നിൽക്കുന്ന ജനത്തെയും അപ്പന്റെ കരത്തിലേക്ക് ഞാൻ ഉയർത്തുകയാ. അപ്പനെ, അങ്ങ് പറഞ്ഞു ആകാശം ചായ്ച്ച ഇറങ്ങി വരുന്ന ദൈവം. അങ്ങ് പറഞ്ഞു പർവ്വതങ്ങളെ പുകയുവാൻ തക്കവണ്ണം അതിനെ ഒന്ന് തൊടണം. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി അങ്ങ് കർത്താവേ പർവ്വതത്തെ പുകയ്ക്കുവാൻ തക്കവണ്ണം അങ്ങ് ചിലതിനെ തൊടുന്നതിനായി നന്ദി. ഈ രാത്രി ആത്മസാന്നിധ്യം ചിലതിന്റെ മേൽ പെയ്തിറങ്ങട്ടെ. ഈ രാത്രി നിന്നെ പൂട്ടിക്കെട്ടിയ ചില കയറുകളെ ആത്മനിറവിൽ ഈ രാത്രി പൊട്ടിച്ചു കളയാൻ പരിശുദ്ധാത്മാവ് ചിലതിനോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. നിന്നെ പൂട്ടുന്ന ചില കയറുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി കുടഞ്ഞു കളയട്ടെ.
ദൈവത്തിന്റെ പ്രവർത്തി ചിലതിന്റെ മേൽ അക്ഷരീകമായി കാണുന്ന രാത്രി. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. എന്റെ അപ്പൻ ഇറങ്ങുന്ന രാത്രി, എന്റെ അപ്പൻ തൊടുന്ന രാത്രി, എന്റെ അപ്പൻ ചിലതിനെ പുകയ്ക്കുന്ന രാത്രി, എന്റെ അപ്പൻ ചിലതിനെ കുലുക്കുന്ന രാത്രി, ചിലത് സമഭൂമിയാകാൻ പോകുന്ന രാത്രി. ഹല്ലേലൂയ. മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി ദൈവം നമ്മെ മാറ്റുകയാ. നീ അതിനെ പേടിക്കേണ്ട. ഓ ജീസസ്, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നിങ്ങളുടെ ഹല്ലേലൂയ. പർവ്വതത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് വിട്ടേ, ഒരു നിമിഷം വിട്ടുകൊടുത്തേ. നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ, നിങ്ങളുടെ കരങ്ങളെ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ നേരെ നിങ്ങൾ നീട്ടുക. നിങ്ങളുടെ കരങ്ങളെ. എനിക്കറിഞ്ഞുകൂടാ ഇതിന്റെ അകത്ത് രോഗികൾ, രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കരങ്ങളെ വെക്കാം. ഭവനത്തിലാണോ വിഷയം, തലമുറയുടെ മേലാണോ വിഷയം, നിങ്ങളുടെ കരങ്ങളെ നീട്ടുക. ഈ രാത്രി നിങ്ങൾ കാണേണ്ടത് ആ കരം നിങ്ങളുടെ അല്ല, മറിച്ച് അത് ദൈവത്തിന്റെ കരമായി കാണണം. ഗ്ലോറിയില. എന്റെ ദൈവത്തിന് സകലതും സാധ്യം, വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യം. നിന്റെ കരം ആ വേദനയുള്ള ഭാഗത്തേക്ക് തൊടുമ്പോൾ, രോഗമുള്ള ഇടത്തേക്ക് തൊടുമ്പോൾ, നീ കാണുക അത് ദൈവത്തിന്റെ കരം. ആ പർവ്വതത്തെ തമ്പുരാൻ പുകയ്ക്കും. നിന്റെ കരം നീട്ടുമ്പോൾ ഭവനത്തിന്റെ അകത്തുള്ള ചങ്ങലകളെ, ഹല്ലേലൂയ, പർവ്വതത്തെ പുകയ്ക്കാൻ എന്റെ ദൈവം വിശ്വസ്തന്. പുകയ്ക്ക ഈ രാത്രി പുകയ്ക്കാൻ. ഹല്ലേലൂയ. അത് പുകഞ്ഞു മാറാം, ചിലത് കത്തിച്ചാമ്പലാകാം, ചിലത് കരിഞ്ഞു മാറാം. എന്റെ ദൈവം ഇടയാക്കുന്ന രാത്രിയാ. DK ആയി കിടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആ ഇടത്ത് നിന്ന് പറഞ്ഞു മാറാം. ആത്മാവിൽ കൽപ്പിക്കുന്നു. ചിലത് പറഞ്ഞു മാറട്ടെ, ചിലത് പറഞ്ഞു മാറട്ടെ, ചിലത് അഴിഞ്ഞു മാറട്ടെ. ഗ്ലോറിയിലോ ദൈവ പ്രവർത്തി ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ കാണുന്ന കർത്താവേ, നിങ്ങളുടെ ജനത്തെ അപ്പന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ, കർത്താവ് അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന തലമുറകളെ, കർത്താവെ മീറ്റിംഗിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും ഒരുപോലെ അപ്പന്റെ തൃക്കരത്തിലേക്ക് ഉയർത്തി സ്തോത്രം ചെയ്യുകയാണ്. ആത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ കൃപയുടെ കരം അങ്ങയുടെ ജനത്തിനു വേണ്ടി കർത്താവ് നീട്ടുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, ഈ വരുന്ന ദിവസങ്ങൾ തന്നെ കർത്താവെ ചില സന്തോഷത്തിന്റെ വാർത്തകൾ ഞങ്ങൾ കേൾക്കുവാൻ ആത്മാവ് ഇടയാക്കുന്നതിനായി നന്ദി. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും ഭവനങ്ങൾ പൈശാചിക തേർവാഴ്ചകളിലായിരിക്കുന്നെങ്കിൽ ഈ രാത്രി കർത്താവേ, വിശ്വസ്തയോടെ അങ്ങയുടെ മുഖത്തെ നോക്കുന്ന ദൈവജനമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആ ബന്ധനത്തെ അപ്പൻ ക്യാൻസൽ ചെയ്യണമേ. ചിലത് അഴിഞ്ഞു മാറണമേ. ഈ രാത്രി രോഗികൾ ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടും, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. മുഴുവൻ മഹത്വവും അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാം. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. നിന്റെ പർവ്വതത്തെ പുകയ്ക്കാൻ എന്റെ കർത്താവ് പർവ്വതത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ പർവ്വതത്തിന് മീതെ തീ കത്തിക്കാൻ എന്റെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ആ പർവ്വതത്തിൽ നീ മുഴങ്കാലിൽ ഇരുന്നാൽ ആ പർവ്വതത്തിന്റെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി കാണിക്കുവാൻ ദൈവത്തിന്റെ കരം ഇറങ്ങും. ആ പർവ്വതം ഇന്ന് നീ കാണുന്നത് പോലെ അല്ലാതെ സമഭൂമിയാകും. പിന്നെ ഇനി അതിനെ അവിടെ കാണുകയില്ല. വിശ്വസിക്കുക. മേ ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു. മാറാനാഥ. താങ്ക് യു.